1979 ജൂൺ 30 ഗോവയിലെ പ്രസിദ്ധമായ മർമ്മ ഗോവ തുറമുഖം നഗരത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര ഹോട്ടലുകളിൽ ഒന്നിൽ വലിയൊരു യാത്രയപ്പ് സൽക്കാരം നടക്കുകയാണ്. നുരഞ്ഞുപൊന്തുന്ന വിദേശമദ്യവും വിഭവസമൃദ്ധമായ പലതരം ഭക്ഷണപദാർത്ഥങ്ങളും സുലഭമായുണ്ടായിരുന്ന ആ പാർട്ടി ഹോട്ടലിന്റെ 1-ാം നിലയിലെ വിശാലമായ ഹാളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. രാത്രിയെ പകലാക്കി കത്തിജ്വലിച്ചു എന്ന തൂക്കുവിളക്കുകൾക്ക് ചുവടെ അരങ്ങേറിയ ആഡംബരത്തിന്റെയും ആഘോഷത്തിന്റെയും മാമാങ്കത്തിൽ അഭിരമിച്ചു നിൽക്കുകയാണ് ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ. ഇറക്കുമതി ചെയ്യപ്പെട്ട പരവതാനികളും വില കൂടിയ ഫർണിച്ചറുകളും ആ ഹാളിന്റെ ആഠ്യത്വം വിളംബരം ചെയ്യുന്നു. ചുവരിൽ തൂക്കിയിട്ട പെയിന്റിങ്ങുകൾ ഓരോന്നും ഗോവയുടെ കടൽ തീരങ്ങളെ ആലേഖനം ചെയ്യുന്നു. ഹാളിന്റെ മുന്നിലായി ഒരുക്കിയിരിക്കുന്ന ഓർക്കസ്ട്രയിൽ നിന്ന് കാതടപ്പിക്കുന്ന സംഗീതം ഉയരുമ്പോൾ പാർട്ടിക്കെത്തിയ അതിഥികൾ ചിലർ ഒറ്റയ്ക്കും ചിലർ ജോഡി ചേർന്നും അതിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്നു. അങ്ങനെ ആ ഹാളിൽ ഇരിക്കുകയും നിൽക്കുകയും ആടുകയും പാടുകയും ചെയ്യുന്നവർക്കിടയിലേക്ക് ഇടതടവില്ലാതെ വിദേശ മദ്യവും വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ സ്വന്തം കപ്പൽ കമ്പനിയായ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ വക MV കൈരളി എന്ന ചരക്ക് കപ്പലിന്റെ തുടർച്ചയായ യാത്രാ വിജയങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ മറീൻ കാർഗോ മാപ്പിൽ കേരളം നടത്തുന്ന മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു അത്താഴ വിരുന്നാണ് അന്ന് ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്നത്. മുതിർന്ന ബ്യൂറോക്രാറ്റുകൾ, ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിദേശ പ്രതിനിധികൾ, MV കൈരളി കപ്പലിലെ ജീവനക്കാർ എന്നിവർ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തു. അവർ MV കൈരളിയുടെ യാത്രകളെക്കുറിച്ചും ഗ്ലോബൽ കാർഗോ ഷിപ്മെന്റ് സെക്ടറിലെ കേരളത്തിന്റെ വളർച്ചയെക്കുറിച്ചും മറ്റും അത്യാവേശപൂർവ്വം തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി ആ ഹാളിന്റെ ഒരു മൂലക്കിലെ ടേബിളിൽ കൂനിക്കൂടിയിരുന്നു. വെള്ള യൂണിഫോമും തൊപ്പിയും ധരിച്ച് ആലോചനാമഗ്നനായിരുന്ന ആ വ്യക്തിയുടെ പേര് ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് എന്നായിരുന്നു. MV കൈരളി എന്ന ആ കപ്പലിന്റെ കപ്പിത്താൻ. മറ്റുള്ളവർ ആ പാർട്ടിയുടെ ഹരം തലയ്ക്ക് പിടിച്ച് കുടിച്ചു കുന്തം മറിഞ്ഞ് അർമാദിച്ചപ്പോൾ ക്യാപ്റ്റന്റെ നെഞ്ച് വരാനിരിക്കുന്ന സുദീർഘമായ സമുദ്രയാത്രയിലെ വെല്ലുവിളികളെക്കുറിച്ചോർത്ത് പെരുമ്പറയടിച്ചുകൊണ്ടിരുന്നു. ആ ആഘോഷങ്ങൾ നടക്കുന്ന ആഡംബര ഹോട്ടലിൽ നിന്ന് ഏതാനും നോട്ടിക്കൽ മൈൽ മാത്രം മാറി മർമ്മ ഗോവ തുറമുഖത്തിന്റെ 9-ാം നമ്പർ വാർഫിൽ ആ രാത്രി മുഴുവൻ ഫ്ലഡ് ലൈറ്റുകളുടെ വെട്ടത്തിൽ MV കൈരളി കപ്പലിലേക്കുള്ള ഇരുമ്പയിര് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൊഴിലാളികൾ. അതീവ ദുർഘടമായ ഒരു യാത്രയാണ് കപ്പലിനെ കാത്തിരിക്കുന്നത്. അറബിക്കടൽ മുറിച്ചു കടന്ന് ആഫ്രിക്കൻ മുനമ്പിലെ ജിബൂട്ടിയിൽ ഒന്ന് നങ്കൂരമിട്ട് ഇന്ധനം നിറച്ച് വീണ്ടും യാത്ര തുടർന്ന് സൂയസ് കനാൽ മുറിച്ചു കടന്ന് മധ്യധരണ്യായിലൂടെ മുന്നോട്ട് പോയി ജിബ്രാൾട്ടർ കടലിടുക്കും കടന്ന് യൂറോപ്പിന്റെ പടിഞ്ഞാറൻ കോസ്റ്റിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബാൾട്ടിക് കടൽ വഴി അന്നത്തെ കിഴക്കൻ ജർമ്മനിയുടെ ഭാഗമായിരുന്ന റോസ്റ്റോക്കിൽ എത്തിച്ചേരുന്ന ഒരു നീണ്ട യാത്ര. അങ്ങനെ ഒരു നീണ്ട യാത്രയുടെ ഭാഗമാകാൻ പലർക്കും ഉള്ളിൽ കൗതുകം നിറഞ്ഞുവെങ്കിലും ആ യാത്രയിൽ ഉടനീളം MV കൈരളി എന്ന കപ്പലിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തോളിൽ പേറാൻ ചുമതലപ്പെട്ട ക്യാപ്റ്റൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുട്ടിക്കളി ആയിരുന്നില്ല. ആ കപ്പൽ പാതയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഒരു സീസൺ സെയിലറായിരുന്ന അദ്ദേഹത്തിന് തൻ്റെതായ ആശങ്കകൾ ഉണ്ടായിരുന്നു. 2 ആഴ്ചയായി MV കൈരളി എന്ന ചരക്ക് കപ്പലിലെ റഡാർ എന്ന നാവിഗേഷൻ ഉപകരണം കേടായിട്ട്. അത് നന്നാക്കാതെ കപ്പലിന് ഗോവ തീരം വിടാൻ സാധിക്കുകയില്ല. കടലിന്റെ നടുവിൽ തങ്ങൾക്ക് ചുറ്റുപാടുമുള്ള എല്ലാ യാനങ്ങളും പകൽ മാത്രമല്ല രാത്രിയിലെ കൂരിരുട്ടിലും ആ യന്ത്രക്കണ്ണിലൂടെ മാത്രം കാണാവുന്നതുകൊണ്ട് അതില്ലാത്തൊരു യാത്ര ഒരു ക്യാപ്റ്റനും ചിന്തിക്കാനാവുന്നതല്ല. കപ്പലിലെ ആ സുപ്രധാന നാവിഗേഷൻ സംവിധാനത്തിന്റെ മരാമത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത് അത് മാനുഫാക്ചർ ചെയ്ത ഫുറൂണോ എന്നു പേരുള്ള ഒരു ജാപ്പനീസ് കമ്പനിക്കാണ്. കേടായ സ്കാനർ മോട്ടറിന്റെ സ്പെയർ ജപ്പാനിൽ നിന്നെത്തി റഡാർ അഴിച്ച് റിപ്പയർ ചെയ്ത് പഴയ പോലെയാക്കാൻ ആഴ്ചകൾ എടുക്കുമെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെക്കുകിഴക്കൻ മൺസൂൺ തുടങ്ങിയിരുന്നതുകൊണ്ട് കടൽ ഇതിനകം തന്നെ സാമാന്യത്തിലധികം പ്രക്ഷുബ്ധമാണ്. പേമാരി, കൊടുങ്കാറ്റ്, മൂടൽമഞ്ഞ് ഇത് മൂന്നും പ്രതീക്ഷിക്കണം പോകുന്ന വഴിക്ക്. ഈ വിപരീത സാഹചര്യങ്ങളിൽ റഡാർ റിപ്പയർ ചെയ്യാതെ കപ്പൽ അതിന്റെ യാത്ര തുടങ്ങുന്നത് അത്യന്തം അപകടകരമാണ് എന്ന് ക്യാപ്റ്റൻ മരിയാദാസ് കോർപ്പറേഷന്റെ മേലധികാരികൾക്ക് എഴുതിയിരുന്നു. പുതിയ റഡാർ മോട്ടോർ വന്നെത്തി കപ്പൽ കേടുതീർക്കും വരെ യാത്ര വൈകിക്കണമെന്ന് അദ്ദേഹം അന്ന് മാനേജ്മെന്റിനോട് അപേക്ഷിച്ചുവെങ്കിലും അധിക ചെലവോർത്ത് അവർ അതിന് വഴങ്ങിയില്ല. നിലവിൽ കയറ്റാനുള്ള കാർഗോ എല്ലാം തന്നെ കൃത്യമായി കയറ്റി കഴിഞ്ഞു. കപ്പലിന്റെ ഷെഡ്യൂൾ പ്രസിദ്ധപ്പെടുത്തലും കഴിഞ്ഞു. ഇനിയും തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്നാൽ ഉണ്ടാകുന്ന അധിക ചെലവ് വളരെ വലുതാണ്. അതുകൊണ്ട് റഡാർ ശരിയാക്കിയാലും ഇല്ലെങ്കിലും കപ്പൽ അതിന്റെ യാത്ര തുടങ്ങാൻ ഒട്ടും വൈകേണ്ടതില്ല എന്നായിരുന്നു മുകളിൽ നിന്ന് മരിയാദാസിന് കിട്ടിയ ഇൻഡാസ്. താൻ ക്യാപ്റ്റനായിട്ടുള്ള MV കൈരളി വരും ദിവസങ്ങളിൽ ഏതേതൊക്കെ കോളിളക്കങ്ങളിൽപ്പെട്ടാണ് ആടിയുലയാൻ പോകുന്നത് എന്ന് ഓർത്തപ്പോൾ ക്യാപ്റ്റന്റെ ഉള്ളു കിടുങ്ങി. അന്ന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിന്റെ ഗർഭത്തിലിരുന്ന 51 ക്രൂ മെമ്പർമാരും 20,358 മെട്രിക് ടൺ ഇരുമ്പയിരും പിന്നീട് ഒരിക്കലും കര കാണില്ല. ആ യാത്ര പുറപ്പെടുന്നതിന് ദിവസങ്ങൾ മാത്രം മുമ്പ് ആഘോഷത്തിൽ തിമിർത്തുകൊണ്ടിരുന്ന ഒരാൾക്കൂട്ടത്തിന് നടുവിലിരുന്നു കൊണ്ട് ക്യാപ്റ്റൻ മരിയാദാസ് കണ്ട പേക്കിനാവുകൾ അധികം വൈകാതെ സത്യമാകും. MV കൈരളി എന്ന കപ്പലിന് അതിന്റെ യാത്രക്കിടയിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ദുരൂഹത പിന്നീട് അങ്ങോട്ട് ഇന്നുവരെയും ചുരുളഴിഞ്ഞിട്ടില്ലാത്ത ഒരു നാവിക രഹസ്യമായി ഇന്ത്യൻ മാരിടൈം ഓപ്പറേഷൻസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി ഇന്നും തുടരുന്നു. ഇന്നേക്ക് 47 വർഷം മുമ്പ് ഒരു പകൽ ഗോവയിൽ നിന്ന് പുറപ്പെട്ട MV കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം ചരക്ക് കപ്പൽ യാത്ര തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഏറെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായതിന്റെ കഥ.
ഏറെ നിഗൂഢമായ തിരോധാനത്തെ തുടർന്ന് ഒന്നിനു പിന്നാലെ ഒന്നായി പൊന്തി വന്ന എണ്ണമറ്റ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. എം വി കൈരളിയുടെ തിരോധാനത്തെക്കുറിച്ച് വളരെ പരിമിതമായ റഫറൻസ് സോഴ്സുകൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. കപ്പലിന്റെ ക്യാപ്റ്റനായിരുന്ന മരിയദാസ് ജോസഫിന്റെ മകൻ ലഫ്റ്റനന്റ് കേണൽ തോമസ് ജോസഫ് തന്റെ അച്ഛനെക്കുറിച്ച് എഴുതിയ ദ മാസ്റ്റർ മറീനർ എന്ന പുസ്തകവും, റിഹാൻ റാഷിദ് എഴുതിയ ഒരു നാവികന്റെ ഡയറി കുറിപ്പുകളും, കുളങ്ങര കോശി ഫിലിപ്പ് രചിച്ച പ്ലിംസോൾ ലൈൻ എന്ന പുസ്തകവും, 2025 രാജേഷ് രവി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ദ ഹോണ്ടിങ് ലെഗസി ഓഫ് എം വി കൈരളി എന്ന ലേഖനവുമാണ് ഈ ലക്കത്തിന്റെ റിസർച്ചിനു വേണ്ടി പ്രധാനമായും നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത്. വല്ലാത്തൊരു കഥയുടെ ലക്കങ്ങൾക്ക് പിന്നിലെ ഗവേഷണ പ്രയത്നങ്ങൾക്ക് പ്രേക്ഷകർ നൽകുന്ന പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലാത്തവർ ദയവായി ജോയിൻ ബട്ടൺ അമർത്തി കഴിയും വിധത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സമുദ്രവുമായിട്ടുള്ള കേരളത്തിന്റെ ബന്ധത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. റോമിൽ നിന്നും അറേബ്യയിൽ നിന്നും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികൾ പണ്ട് മുസിരിസ് തുറമുഖത്ത് തങ്ങളുടെ കപ്പലുകൾ അടുപ്പിച്ചു. കേരള നാട്ടിൽ സുലഭമായി ലഭിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിലായിരുന്നു അവരുടെ കണ്ണ്. മുസിരിസിന് പുറമെ കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂരും ഒരു നിർമ്മാണത്തിൻ്റെയും കടൽ കടന്നുള്ള വ്യാപാരത്തിൻ്റെയും ഒക്കെ ഹബ്ബായി അന്ന് മാറുന്നു. പിന്നീടുള്ള എത്രയോ നൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും സംസ്കാരത്തിലും കടലും കടൽ വഴി എത്തിയ വ്യാപാരികളും നിരന്തര സ്വാധീനങ്ങൾ ചെലുത്തുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾ ട്രാൻസ് ഓഷ്യൻ കാർഗോ ഷിപ്പിംഗ് രംഗത്ത് കൈവരിച്ച പുരോഗതിക്കൊപ്പം പിടിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല. 70കളുടെ തുടക്കത്തിൽ തന്നെ മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വന്തമായി ഷിപ്പിംഗ് കമ്പനികൾ തുടങ്ങി കപ്പലുകൾ വാങ്ങി മാരിടൈം ട്രേഡിൽ സജീവമായപ്പോഴും കേരളത്തിന് സ്വന്തമായി ഒരു ഷിപ്പിംഗ് കമ്പനിയോ കാർഗോ ഷിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തെപ്പോലെ സമ്പന്നമായൊരു നാവിക വ്യാപാര ചരിത്രമുള്ള സംസ്ഥാനം സ്വന്തമായൊരു ഷിപ്പിംഗ് കമ്പനി തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്ന ചിന്ത ഗവൺമെൻറ് സംവിധാനത്തിനുള്ളിൽ സജീവമായി. അങ്ങനെ ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടി 1974 കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ സ്ഥാപിതമാവുന്നു. ആ സ്ഥാപനത്തിന് കീഴിൽ പുതിയ കാർഗോ കപ്പലുകൾ വാങ്ങി മുസ്ലിസ് കാലത്തെ മാരിടൈം ട്രേഡ് ലെഗസി തിരിച്ചുപിടിക്കാൻ തന്നെ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന അച്യുതമേനോൻ ഗവൺമെന്റ് അരയും തലയും മുറുക്കി ഇറങ്ങി പുറപ്പെട്ടു. ഏത് കപ്പൽ വാങ്ങിക്കുമെന്നതായിരുന്നു ആദ്യം ഉയർന്ന ചോദ്യം. പല കപ്പലുകളുടെയും കാര്യം പരിഗണിച്ച് നിരവധി വിലപേശലുകൾ നടത്തി ഒടുവിൽ 5.81 കോടി രൂപ നൽകി മരിനൻസ് ഹോവിഡെഫ്റ്റ് എന്നു പേരുള്ളൊരു നോർവീജിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സാഗ സ്വോർഡ്, ഓസ്കാർ സ്വോർഡ് എന്നൊക്കെ പേരുകൾ ഉണ്ടായിരുന്ന ബിൽറ്റ് ഇൻ 1967 കപ്പൽ കോർപ്പറേഷൻ സ്വന്തമാക്കുന്നു. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പവർഡ് ഷിപ്പുകളെ അന്ന് വിളിച്ചിരുന്ന പേരാണ് മോട്ടോർ വെസൽ എന്നത്. 161 മീറ്റർ നീളം, അതിനൊത്ത വീതി, 14,000 ടൺ കേവ് ഭാരം, 20,000 ടൺ കാർഗോ ക്യാരിങ് കപ്പാസിറ്റി, ഇതെല്ലാം ഉണ്ടായിരുന്ന എം വി കൈരളി കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ സ്വന്തമാക്കിയ ഏറ്റവും വലിയ കാർഗോ ഷിപ്പുകളിൽ ഒന്നായിരുന്നു. ഈ കപ്പൽ നോർവേയിൽ ഓടിക്കൊണ്ടിരുന്നത് ഒരു എണ്ണക്കപ്പലായിട്ടാണ്. കപ്പലിനെ ഇവിടെ എത്തിച്ച് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഒരു ബൾക്ക് കാരിയറാക്കി മാറ്റി ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗിൽ ഒരു ഇന്ത്യൻ ചരക്ക് കപ്പലാക്കി രജിസ്റ്റർ ചെയ്തു. കപ്പലിന് വിദേശ രാജ്യങ്ങളിലും ചരക്കുമായി പോകേണ്ടിയിരുന്നതുകൊണ്ട് IRS കൂടാതെ ലണ്ടനിലുള്ള ലോയിഡ്സിലും ഇതിനെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ലോകത്തിലെ ഒട്ടുമിക്ക കപ്പലുകളെയും നിയന്ത്രിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ലോയിഡ്സ് രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് ആയതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കപ്പലുകൾക്ക് അവരുടെ അംഗീകാരം കൂടി വേണ്ടി വരുന്നത്. ലോയിഡ്സിന്റെ ഇൻസ്പെക്ഷൻ ഓഫീസർമാർ ഇന്ത്യയിലെത്തി എം വി കൈരളി കപ്പലിനെ പരിശോധിക്കുകയും അന്ന് വന്ന സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം കപ്പലിന്റെ കാർഗോ ഹാച്ച് കവർ, അക്കോമഡേഷൻ വാതിലുകൾ നങ്കൂരം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന മുന്നിലെ ആവിയന്ത്രം എന്നിവ പരിഷ്കരിച്ച് കപ്പലിനെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് ചരക്കുമായി യാത്ര ചെയ്യാൻ സജ്ജമാക്കി. എണ്ണക്കപ്പലായിരുന്ന കൈരളിയെ ഇരുമ്പയിര് വഹിക്കുന്ന കപ്പലാക്കിയപ്പോൾ അതിൽ കയറ്റാവുന്ന പരമാവധി ഭാരം പുനഃക്രമീകരിച്ച് 19,026 ടൺ എന്നാക്കി പുതിയ ലോഡ് ലൈൻ സർട്ടിഫിക്കറ്റും അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. ആ കപ്പലിലെ ക്രൂവിനെ നയിക്കാൻ വേണ്ടി അന്ന് കോർപ്പറേഷൻ നിയമിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള കൃതഹസ്തനായൊരു മർച്ചന്റ് നേവി ഓഫീസറെയാണ്. പേര് ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ്. അന്ന് മാസം 70,000 രൂപ എന്ന വമ്പൻ ശമ്പളം ഓഫർ ചെയ്താണ് കോർപ്പറേഷൻ മരിയദാസിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പൈങ്കളം എന്ന സ്ഥലത്തെ ഒരു ദരിദ്ര കത്തോലിക്ക കുടുംബത്തിലാണ് കുഞ്ഞ് എന്ന പേരിൽ മരിയദാസ് ജോസഫ് ജനിക്കുന്നത്. കൗമാരത്തിൽ സെമിനാരിയിൽ ചേർന്ന് പഠിച്ചൊരു പട്ടക്കാരനാവണമെന്നായിരുന്നു കുഞ്ഞിന് മോഹം. ആ മോഹത്തെ പിന്തുടർന്ന് സെമിനാരിയിൽ ചേർന്ന് പഠിപ്പ് തുടങ്ങിയെങ്കിലും അധികം വൈകാതെ അദ്ദേഹം ദൈവമാർഗം പിടിഞ്ഞു. ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധം അദ്ദേഹത്തിന് ഒരു അവസരമായി. മദ്രാസിൽ ചെന്നൊരു ജോലിക്ക് ശ്രമിച്ച അദ്ദേഹത്തിന് റോയൽ ബ്രിട്ടീഷ് നേവിയിൽ റേഡിയോ ഓപ്പറേറ്ററായി സെലക്ഷൻ കിട്ടുന്നു. യുദ്ധം കഴിഞ്ഞ ശേഷം 1946 ഫെബ്രുവരിയിൽ നടന്ന റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടിനിയിൽ കുഞ്ഞും പങ്കെടുക്കുന്നുണ്ട്. ആ കലാപം അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടൻ ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചതോടെ ശിക്ഷ ഭയന്ന് ഒളിവിൽ പോകുന്ന അദ്ദേഹം മരിയദാസ് ജോസഫ് എന്ന പുതിയ പേരും സ്വീകരിച്ച് പിന്നീട് പൊന്തുന്നത് ബോംബെയിലാണ്. അവിടെ ഒരു റെയിൽവേ ബുക്കിംഗ് ക്ലർക്ക് ഉദ്യോഗസ്ഥയിൽ ഏർപ്പെട്ട് അദ്ദേഹം പുതിയൊരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നാവികനാവാനുള്ള തന്റെ അഭിനിവേശത്തെ മരിയദാസ് ജോസഫ് കൂടുതൽ തീവ്രമായി പിന്തുടർന്നു. അന്നത്തെ അറിയപ്പെടുന്ന ഇന്ത്യൻ മെർക്കന്റൈൽ മറൈൻ ട്രെയിനിങ് ഷിപ്പായിട്ടുള്ള ഡഫറിനിൽ ഒരു കേഡറ്റായി ചേരുന്ന അദ്ദേഹം തന്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും മാത്രം കൈമുതലാക്കി പ്രയത്നിച്ച് മർച്ചന്റ് നേവിയിലെ റാങ്കുകളിലൂടെ പടിപടിയായി ഉയർന്നു വന്നു.
1976 ഫെബ്രുവരി 14 MV കൈരളിയെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഏറ്റെടുക്കുന്ന അന്ന് തന്നെയാണ് കപ്പലിൻ്റെ ഫസ്റ്റ് മാസ്റ്ററായി അദ്ദേഹം നിയോഗിക്കപ്പെടുന്നതും MV കൈരളിയുടെ മുകളിൽ ആദ്യമായി ഇന്ത്യൻ പതാക പാറിത്തുടങ്ങുന്നതും. വാട്ടർ ടൈറ്റ് ബൾക്ക് ഹെഡുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിരുന്ന 6 കാർഗോ ഹോൾഡുകൾ ഉണ്ടായിരുന്നു ഈ കപ്പലിൽ. അഥവാ കപ്പലിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം കയറിയാലും അത് ബൈ ഡിസൈൻ മറ്റുള്ള കാർഗോ ഹോൾഡുകളിലേക്ക് കടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മോശം കാലാവസ്ഥകളിൽ കോള് കയറിയിരിക്കുന്ന കടലിലൂടെ പോലും നിഷ്പ്രയാസം കടന്നു പോകാൻ അന്ന് കൈരളിക്ക് സാധിച്ചിരുന്നു. മെയിൻ ഡെക്കിൻ്റെ മുകളിലേക്ക് പിന്നെയുമുണ്ട് 3 ഡെക്കുകൾ. ആദ്യത്തെ ഡെക്കിൽ ഏറ്റവും പുതിയ കപ്പലുകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു കുഞ്ഞു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ഓണേഴ്സ് ക്യാബിനും ക്യാപ്റ്റൻസ് ക്യാബിനും ഉള്ളത് രണ്ടാമത്തെ ഡെക്കിലാണ്. അതിനു മുകളിലെ ടോപ്പ് ഡെക്കിൽ കപ്പലിൻ്റെ ഓപ്പറേഷണൽ ആൻഡ് നാവിഗേഷണൽ കമാൻഡ് സെൻ്റർ ആയിട്ടുള്ള ബ്രിഡ്ജാണുള്ളത്. ബ്രിഡ്ജിനോട് ചേർന്ന് അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ ഉപാധികൾ എല്ലാമുള്ള ഒരു റേഡിയോ റൂമുമുണ്ട്. റേഡിയോ റൂമിൽ മോഴ്സ് സിഗ്നലിംഗ് സിസ്റ്റം, റേഡിയോ ടെലിഫോണുകൾ, VHF വയർലെസ് ട്രാൻസ്മിറ്ററുകൾ, എമർജൻസി ട്രാൻസ്മിറ്ററുകൾ തുടങ്ങി സമുദ്രങ്ങളിലൂടെയുള്ള ദീർഘദൂര കപ്പൽ യാത്രയ്ക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക കമ്മ്യൂണിക്കേഷൻ ഉപാധികളും ഉണ്ടായിരുന്നു. അന്നത്തെ മറ്റു ചരക്കപ്പലുകളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ സാമാന്യം മികച്ച സുരക്ഷാ സൗകര്യങ്ങളോട് കൂടിയാണ് MV കൈരളി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കപ്പലിൻ്റെ 2 വശങ്ങളിലുമായി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള, ഏത് നിമിഷവും ഡിപ്ലോയ് ചെയ്യപ്പെടാൻ തയ്യാറായിട്ടുള്ള ഓരോ ലൈഫ് ബോട്ടും ലൈഫ് റാഫ്റ്റും വീതമുണ്ട്. റോട്ടർഡാമിൽ ചെന്ന് കപ്പൽ ഏറ്റുവാങ്ങിയ ശേഷം ക്യാപ്റ്റൻ മരിയദാസ് ജോസഫും ക്രൂവും കേരളത്തിലേക്കുള്ള സുദീർഘ യാത്ര ആരംഭിച്ചു. 1976 മാർച്ചോടെ കേരള തീരത്തെത്തുന്ന കപ്പൽ അന്ന് കൊച്ചി തുറമുഖത്തിലാണ് ആദ്യമായി അടുപ്പിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ചരക്ക് കപ്പൽ ആദ്യമായിട്ട് ബർത്ത് ചെയ്യപ്പെടുക എന്ന ചരിത്ര സംഭവം അന്ന് ആഘോഷപൂർവ്വം തന്നെ നടക്കുന്നു. ആയിരക്കണക്കിന് പേർ അന്ന് കാഴ്ച കാണാൻ വേണ്ടി തുറമുഖത്ത് തടിച്ചു കൂടുന്നു. അന്നത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മിനിസ്റ്റർ K. ബാലകൃഷ്ണപിള്ള അടക്കം പല പ്രമുഖരും ബ്യൂറോക്രാറ്റുകളും അന്ന് കപ്പലിനുള്ളിൽ കയറി വിശദമായി തന്നെ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. കപ്പൽ കാണാതാവുന്നതിന് മുമ്പ് നിരവധി ഭൂഖണ്ഡാന്തര സമുദ്രയാത്രകൾ നടത്തിയതിലൊന്നിൽ കൊച്ചി തുറമുഖത്ത് നിന്ന് മർമ്മഗോവ വരെ കുടുംബസമേതം ബാലകൃഷ്ണപിള്ള യാത്ര ചെയ്തിരുന്നുവെന്ന് അന്ന് കഷ്ടിച്ച് 10-12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന KB ഗണേഷ് കുമാർ ഓർത്തെടുക്കുന്നു. മർമ്മഗോവ പോർട്ടിലെ 9-ാം നമ്പർ വാർഫിൽ നിന്ന് കാർഗോ ഹോൾഡ് നിറയെ ഇരുമ്പയിരുമായി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്ക് തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് MV കൈരളി അതിൻ്റെ ഒടുവിലത്തെ യാത്രയ്ക്ക് പുറപ്പെട്ടു. ക്യാപ്റ്റൻ മരിയദാസ് ജോസഫിന് പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത 48 നാവികരും കപ്പലിൻ്റെ ചീഫ് എഞ്ചിനീയറായ അഭിമത്തയുടെ ഭാര്യ രമണിയും ഇളയ മകൻ ഇട്ടൂപ്പും അടക്കം 51 പേരാണ് കപ്പലിൽ ഓൺബോർഡ് ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ പല റാങ്കുകളിലുമുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ഓഫീസർമാർ, എഞ്ചിനീയർമാർ, റേഡിയോ ഓപ്പറേറ്റർമാർ, സെയിലർമാർ, ഡെക്ക്, എഞ്ചിൻ റൂം, കിച്ചൺ തുടങ്ങിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്നിങ്ങനെ പല കാറ്റഗറികളിലുള്ളവർ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതൊരു പതിവ് ട്രിപ്പ് മാത്രമായിരുന്നു. അന്ന് പോർട്ടിൽ നിന്ന് കൈവീശി കാണിച്ച് യാത്രയച്ച അവരുടെ പ്രിയപ്പെട്ടവർക്കും ആ കപ്പൽ മാസങ്ങൾക്കുള്ളിൽ തിരികെ അതേ പോർട്ടിൽ വന്ന് നങ്കൂരമിടുമെന്നും ഉറപ്പുണ്ടായിരുന്നു. തുറമുഖങ്ങളിലെ വാർഫുകളിലേക്ക് പുറംനാടുകളിൽ നിന്നെത്തുന്ന ഭീമൻ കപ്പലുകളെ കൃത്യമായി കൊണ്ടുവന്നെത്തിച്ച് ബർത്ത് ചെയ്യിക്കുക എന്നത് കാര്യമായ വൈഭവം ആവശ്യമുള്ള ഒരു പണിയാണ്. എല്ലാ പോർട്ടുകളിലും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുക ഏറെക്കാലം മർച്ചന്റ് നേവി പരിചയമുള്ള, ഒപ്പം ആ തുറമുഖത്തിൻ്റെ ഡിസൈനിനെക്കുറിച്ചും പുറംകടലിൽ എത്തും വരെ ഉണ്ടാകാനിടയുള്ള അടിയൊഴുക്കുകളെക്കുറിച്ചും തീരപ്രദേശത്തെ സമുദ്രാന്തർ ഭൂപ്രകൃതിയെക്കുറിച്ചും എല്ലാം കൃത്യമായ ധാരണകളോട് കൂടിയ ഒരു ഹാർബർ പൈലറ്റാണ്. കൈരളിയുടെ കാര്യത്തിൽ അന്ന് മർമ്മഗോവയിലെ ഹാർബർ പൈലറ്റായിട്ട് വന്ന ക്യാപ്റ്റൻ ഗോപിനാഥ് അന്ന് കൈരളി കപ്പലിനെയും അതിൻ്റെ യാത്രക്കാരെയും അവസാനമായി നേരിട്ട് കാണുന്ന വ്യക്തിയായി മാറി. MV കൈരളി എന്ന കപ്പൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഏറ്റെടുത്ത ശേഷം നടത്തപ്പെടുന്ന 23ാമത്തെ യാത്രയായിരുന്നു അത്. പോകേണ്ട റൂട്ടിൻ്റെ കാര്യത്തിൽ അപ്പോഴേക്കും യാതൊരു ആശങ്കകൾക്കും ഇടമില്ലാതെയായി. മർമ്മഗോവയിൽ നിന്ന് ആരംഭിച്ച് ചെങ്കടൽ, സൂയസ് കനാൽ വഴി മധ്യധരണ്യാഴിയിൽ, അവിടെ നിന്ന് അതിൻ്റെ അന്തിമ ലക്ഷ്യസ്ഥാനമായ റോസ്റ്റോക്ക് വരെ ഇതാണ് ഏകദേശം സെയിലിംഗ് പ്ലാൻ. ഈ റൂട്ട് പ്രകാരം മണിക്കൂറിൽ 10 മുതൽ 12 നോട്ടിക്കൽ മൈൽ എന്ന നിലവിലെ വേഗം വെച്ച് 8 മുതൽ 10 ദിവസത്തിനകത്ത് ജിബൂട്ടിയിൽ എത്തിച്ചേരേണ്ടതാണ് ഈ കപ്പൽ. പതിവനുസരിച്ച് MV കൈരളി അതിന് ഷിപ്പിംഗ് കോർപ്പറേഷൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വകുപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ബോംബെ റേഡിയോ എന്ന മറീൻ വയർലെസ് സ്റ്റേഷൻ വഴിക്ക് ബോംബെ ഓഫീസുമായി ദിവസത്തിൽ ഒരിക്കൽ ബന്ധപ്പെട്ടു പോന്നു. യാത്ര പുറപ്പെട്ട ശേഷമുള്ള കപ്പലിൻ്റെ ആദ്യത്തെ മെസ്സേജ് വരുന്നത് 1979 ജൂലൈ 1-ാം തീയതിയാണ്. കപ്പലിൻ്റെ എക്സോസ്റ്റ് ബോയിലർ പൈപ്പിന് കേടുപാട് സംഭവിച്ചുവെന്നും താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ച് കപ്പൽ യാത്ര തുടരുകയാണ് എന്നും ആ മെസ്സേജിൽ പറഞ്ഞിരുന്നു. ജിബൂട്ടിയിലെ ബങ്കറിംഗ് ടൈമിൽ അഡീഷണൽ ഫ്യൂവലിനും ക്യാപ്റ്റൻ റിക്വസ്റ്റ് ഇട്ടിരുന്നു. ജിബൂട്ടിയിൽ ഇന്ധനം നിറയ്ക്കാനുള്ള അറേഞ്ച്മെന്റിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ടുള്ളതായിരുന്നു 2-ാം തീയതിയിലെ അടുത്ത മെസ്സേജ്. അന്നേ ദിവസം ഉച്ചയോടെ കപ്പൽ അതിന്റെ ലൊക്കേഷൻ 15 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത്, 68 ഡിഗ്രി 40 മിനിറ്റ് ഈസ്റ്റ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നുവെച്ചാൽ യാത്ര തുടങ്ങിയ ഗോവൻ തീരത്തു നിന്ന് 600 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപ്പോൾ കപ്പൽ പോയിക്കൊണ്ടിരുന്നത്. ജിബൂട്ടി തുറമുഖത്ത് ജൂലൈ 8-ാം തീയതിയോടെ കപ്പൽ അടുക്കുമെന്നും ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് അന്ന് കമ്പനി അറിയിച്ചു. ആ കപ്പലിൽ നിന്ന് അവസാനമായ ഒരു മെസ്സേജ് കരയിലേക്ക് വരുന്നത് ജൂലൈ 3-ന് രാത്രി 8:55-നാണ്. കപ്പൽ ജിബൂട്ടിയിൽ അടുപ്പിക്കാൻ പോകുന്ന ദിവസം ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്ന ക്യാപ്റ്റൻ കപ്പലിന് വേണ്ട ഇന്ധനവും
ക്രൂവിന് അവിടുത്തെ ചെലവിന് വേണ്ട കുറച്ച് കാശും പോർട്ടിൽ കിട്ടാൻ വേണ്ട ഏർപ്പാട് ചെയ്യണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടു. ആ ഒരു അവസാന മെസ്സേജിന് ശേഷം പിന്നെ പരിപൂർണ്ണ നിശബ്ദതയാണ്. പിന്നീട് ഒരു മെസ്സേജ് പോലും MV കൈരളിയിൽ നിന്ന് കരയിലേക്ക് വന്നില്ല. ഷെഡ്യൂൾ പ്രകാരം 1979 ജൂലൈ 8-ാം തീയതി കൈരളി ജിബൂട്ടി തുറമുഖത്ത് നങ്കൂരമിടാതെ വന്നപ്പോൾ ജൂലൈ 3-ന് ശേഷം കപ്പലിൽ നിന്നുള്ള ഡെയിലി റേഡിയോ കമ്മ്യൂണിക്കേഷൻ മുടങ്ങിയതോടെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കൊച്ചിയിലെ അധികൃതർ അന്ധാളിപ്പിലായി. ജൂലൈ 4, 5, 6 തീയതികളിൽ കപ്പലിലേക്ക് ബോംബെ റേഡിയോ വഴി കോർപ്പറേഷൻ അധികൃതർ സന്ദേശങ്ങൾ അയച്ചിരുന്നുവെങ്കിലും മറുപടി ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അസ്വാഭാവികമായിട്ടുള്ള സൈലൻസ് പക്ഷേ ഒരു അപകടത്തിന്റെ സൂചനയായിട്ട് അവർ കണക്കാക്കുകയോ എമർജൻസി പ്രൊസീജിയറുകൾ ട്രിഗർ ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. ജിബൂട്ടി പോർട്ടിൽ റീഫ്യൂൽ ചെയ്യാൻ എത്തേണ്ട ദിവസം കപ്പൽ അവിടെ എത്തിച്ചേരാതിരുന്നപ്പോൾ മാത്രമാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അധികൃതർ തങ്ങളുടെ ആഫ്രിക്കൻ ഏജന്റിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഈ വിവരം തിരക്കുന്നത്. കപ്പൽ ജിബൂട്ടിയിൽ എത്തിക്കാണും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റിന്റെ തകരാറ് കാരണമാണ് സന്ദേശങ്ങൾ കിട്ടാതിരുന്നത് എന്നാണ് ആദ്യം കോർപ്പറേഷൻ ധരിക്കുന്നത്. എന്നാൽ കപ്പൽ തുറമുഖത്ത് അടുത്തിട്ടേയില്ല എന്ന വിവരം അറിഞ്ഞതോടെ അവർ പരിഭ്രമിച്ചു. തങ്ങളുടെ കപ്പൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിരിക്കാനുള്ള, കടലിൽ മുങ്ങിപ്പോയിരിക്കാനുള്ള സാധ്യത അതോടെ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. കപ്പൽ ജിബൂട്ടിയിൽ എത്തേണ്ടിയിരുന്ന ജൂലൈ 8-ാം തീയതി അത് എത്തിയില്ല എങ്കിലും കടലിൽ മിസ്സിംഗ് ആണെന്ന തിരിച്ചറിവ് ഷിപ്പിംഗ് കോർപ്പറേഷൻ അധികൃതർക്ക് ഉണ്ടാവുന്നതും അവർ അതിനെപ്പറ്റി അന്വേഷിക്കാൻ മെനക്കെടുന്നതുമൊക്കെ ജൂലൈ 15-ാം തീയതി മുതൽ കേരളത്തിലെ പത്രങ്ങൾ കപ്പലിനെ കാണാനില്ല എന്നുള്ള വാർത്ത കൊടുത്തു തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. MV കൈരളിയെ കാണാനില്ലെന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതോടെ സകലമാന മാരിടൈം കമ്മ്യൂണിക്കേഷൻ ചാനലുകളിലൂടെയും അതേപ്പറ്റിയുള്ള അലേർട്ടുകൾ പുറപ്പെട്ടു. മർമഗോവ മുതൽ ജിബൂട്ടി വരെ നീണ്ടുകിടക്കുന്ന കപ്പൽപാതയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും യാത്രയ്ക്കിടെ MV കൈരളി കപ്പലിന് വേണ്ടി തിരച്ചിൽ നടത്താനുള്ള നിർദ്ദേശം ലഭിച്ചു. കപ്പൽ കാണാതായ വിവരം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഏജന്റുമാർ, പോർട്ട് അധികൃതർ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുകൾ എന്നിവർക്കും പങ്കുവയ്ക്കപ്പെട്ടു. ലോയ്ഡ്സ് ഓഫ് ലണ്ടൻ വക ആഗോള ഷിപ്പിംഗ് ഇന്റലിജൻസ് നെറ്റ്വർക്കിനും കാണാതായ കപ്പലിനെ കുറിച്ചുള്ള വിവരം കൈമാറപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ്, അതായത് കപ്പൽ മിസ്സായി 9 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് ആ വിവരം ഈ വിഷയത്തിൽ കാര്യമായ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ സാധിക്കുമായിരുന്ന ഒരു ഏജൻസിക്ക്, ഇന്ത്യൻ നേവിക്ക്, കിട്ടുന്നത്. അടുത്ത ദിവസം കപ്പലിന്റെ ലാസ്റ്റ് നോൺ ലൊക്കേഷനെ ചുറ്റിപ്പറ്റി നേവൽ ഷിപ്പുകളും മാരിടൈം റീകോണസൻസ് എയർക്രാഫ്റ്റുകളും അന്വേഷണത്തിനിറങ്ങി. അറബിക്കടലിന് മുകളിൽ റോന്തു ചുറ്റിയ നേവി വിമാനങ്ങൾ കപ്പൽ പോയിരിക്കാൻ സാധ്യതയുള്ള റൂട്ടിനെ അരിച്ചു പെറുക്കിയെങ്കിലും കപ്പലിന്റെ അവശിഷ്ടങ്ങളോ എണ്ണപ്പാട പറന്നു കിടക്കുന്നതോ അല്ലെങ്കിൽ ലൈഫ് ബോട്ടുകളോ കാർഗോ കണ്ടെയ്നറുകളോ അതുമല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഒന്നും തന്നെ കടൽപ്പരപ്പിൽ സൈറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ജിബൂട്ടി തുറമുഖത്തേക്കുള്ള യാത്രാമധ്യേ കപ്പൽ സമുദ്രോപരിതലത്തിൽ തെളിവുകളൊന്നും തന്നെ അവശേഷിപ്പിക്കാതെ നിന്ന നിൽപ്പിന് അപ്രത്യക്ഷമായ പോലെ ജൂലൈ 3-ാം തീയതി രാത്രിയിൽ അന്നത്തെ റേഡിയോ സന്ദേശം അയച്ചുവിട്ടതിന് നിമിഷങ്ങൾക്കുള്ളിലാകാം കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവുക എന്ന് അന്വേഷകർ ഊഹിച്ചു. അങ്ങനെ ഒരു അപകടം പറ്റി കപ്പൽ മുങ്ങി 10 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടക്കുന്നത്. ആഴക്കടലിൽ വെച്ചാണ് കപ്പൽ മുങ്ങിയിട്ടുള്ളത് എങ്കിൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ കടൽക്കോളിൽപ്പെട്ട് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിലേക്ക് എന്നേക്കുമായിട്ട് മുങ്ങിപ്പോയിട്ടുണ്ടാവും. പിന്നീട് ആ കപ്പലിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു വസ്തു കണ്ടെടുക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. എന്നാൽ ജൂലൈ അവസാനത്തോടെ പ്രതീക്ഷയുടെ ഒരു നേർത്ത കിരണം പ്രത്യക്ഷപ്പെട്ടു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മറ്റൊരു കപ്പലിലെ ചില ജീവനക്കാർ യാത്രാമധ്യേ ജലപ്പരപ്പിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ഒരു ലൈഫ് ബോയ് കണ്ടെത്തി. നിർഭാഗ്യവശാൽ ആ ബോയ് റിക്കവർ ചെയ്യാനോ അത് കൈരളി കപ്പലിലേതാണോ എന്ന് സ്ഥിരീകരിക്കാനോ ഒന്നും അന്ന് സാധിക്കുന്നില്ല. അതോടെ കൈരളിക്ക് എന്തു പറ്റിയെന്ന് ഉറപ്പിക്കാനുള്ള ഒരേ ഒരു കച്ചിത്തുരുമ്പും കൈവിട്ടുപോയി. തുടർന്നുള്ള മാസങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ട്രാക്കിംഗ് റിപ്പോർട്ടുകളും മറ്റും അധികൃതർ തികഞ്ഞ അവധാനതയോടുകൂടി പരിശോധിച്ചുകൊണ്ടിരുന്നുവെങ്കിലും മാസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലും യാതൊരുവിധ തെളിവുകളും കിട്ടാതെ വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ഒടുവിൽ ആ തിരച്ചിൽ അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. കപ്പൽ കാണാതായി ആഴ്ചകൾക്ക് ശേഷം പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ട് നാവികരുടെ ബന്ധുക്കൾക്ക് വീണ്ടും പ്രതീക്ഷ പകർന്നു. ആ റിപ്പോർട്ട് സൂചിപ്പിച്ചത് കപ്പലിനെ ഏതോ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്നും ഏതോ ആഫ്രിക്കൻ തീരത്ത് അടുപ്പിച്ചിരിക്കുന്ന കപ്പലിൽ യാത്രക്കാരെല്ലാം സുരക്ഷിതമായി ഇരിപ്പുണ്ട് എന്നുമൊക്കെയാണ്. അതുപോലെ ജൂലൈ 14-ന് ജിബൂട്ടി പോർട്ടിൽ ബർത്ത് ചെയ്ത കപ്പൽ ഇന്ധനം നിറച്ച ശേഷം അതിന്റെ യാത്ര തുടർന്നു എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടും ആ ദിവസങ്ങളിൽ പുറത്തു വന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ തുറമുഖത്തെ ടെലിഫോൺ ഓപ്പറേറ്റർമാർക്ക് സംഭവിച്ച സാങ്കേതിക പിഴവുകളാണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. അതിനുശേഷം SS വിശ്വനിധി എന്ന മറ്റൊരു കപ്പലിന് യമൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സൊക്കോട്ര ദ്വീപിന് സമീപം വെച്ച് MV കൈരളിയിൽ നിന്ന് ഒരു സന്ദേശം കിട്ടി എന്നൊരു വാർത്തയും വന്നിരുന്നു. എന്നാൽ ആ സന്ദേശം പുറപ്പെട്ടത് കൈരളിയിൽ നിന്നല്ല, മറിച്ച് കൊയാലി എന്നു പേരുള്ള മറ്റൊരു കപ്പലിൽ നിന്നാണ് എന്ന് അധികം വൈകാതെ ബോധ്യപ്പെട്ടു. എന്നാൽ കപ്പൽ കാണാതെ ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് അതൊന്നുമല്ലായിരുന്നു. ജൂലൈ 23-ന് പാൻ അറബ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് കമ്പനി എന്നൊരു സ്ഥാപനം നോ ക്യൂർ നോ പേ അടിസ്ഥാനത്തിൽ MV കൈരളി കപ്പലിന് വേണ്ടി തിരച്ചിൽ നടത്താമെന്നൊരു ഓഫർ മുന്നോട്ട് വെച്ചു. അതായത് അന്വേഷണത്തിൽ കപ്പലോ അതിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കമ്പനിക്ക് പണമൊന്നും നൽകേണ്ടതില്ല. എന്നാൽ കപ്പൽ കണ്ടുകിട്ടിയാൽ കമ്പനിക്ക് $3,00,000 നൽകണം. കപ്പലിനോടൊപ്പം കാണാതായ നാവികർ തിരികെ വരുമെന്ന് കരുതി അപ്പോഴും കാത്തിരിക്കുകയായിരുന്ന അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഓഫർ പ്രതീക്ഷയുടെ ഒരു കരിന്തിരി വെളിച്ചമായിരുന്നു. പക്ഷേ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഒരു സർക്കാർ സ്ഥാപനമായിരുന്നതുകൊണ്ട്
അങ്ങനൊരു പ്രപ്പോസൽ വന്നപ്പോൾ സർക്കാർ തലത്തിൽ പ്രപ്പോസൽ റിവ്യൂ ചെയ്തും അതിനുള്ള അപ്രൂവൽ തേടിയുമെല്ലാം കുറേ മാസങ്ങൾ പിന്നിട്ടു. ഒടുവിൽ കാത്തിരുന്നും അടുത്തപ്പോൾ പാൻ അറബ് കമ്പനി ആ പ്രപ്പോസലിൽ നിന്ന് പിന്മാറി. അങ്ങനെ ആ തിരച്ചിൽ അന്ന് നടക്കാതെ പോയി. പരസ്പര വിരുദ്ധമായ പല പല റിപ്പോർട്ടുകളും നടക്കാതെ പോയ ഈ തിരച്ചിലുമൊക്കെ ആയപ്പോൾ കപ്പലിലെ നാവികരുടെ ബന്ധുക്കളിൽ പലരും കൈരളിയെ ഏതൻ ഉൾക്കടലിനും ആഫ്രിക്കൻ മുനമ്പിനും ഇടയിൽ വെച്ച് ഏതോ കടൽക്കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തതാകുമെന്ന് തന്നെ വിശ്വസിച്ചു തുടങ്ങി. തുടർന്നും വർഷങ്ങളോളം ഈ കൺസ്പിരസി തിയറി കാണാതായവരുടെ ബന്ധുക്കൾക്കിടയിലും കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലുമൊക്കെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ നാവികദഗ്ധർ അക്കാലത്ത് നടത്തിയ പഠനങ്ങളെല്ലാം തന്നെ ഈ ഹൈജാക്ക് ആംഗിളിനെ നിഷേധിച്ചുകൊണ്ടുള്ളതായിരുന്നു. അവസാനമായി ഒരു റേഡിയോ സന്ദേശം ട്രാൻസ്മിറ്റ് ചെയ്ത ശേഷം കപ്പൽ ജിബൂട്ടി വരെയോ അല്ലെങ്കിൽ സെക്കോട്ര ദ്വീപിന്റെ പരിസരത്തേക്കോ ഒന്നും എത്തിയതിനും വിശ്വസനീയമായ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഹൈജാക്ക് തിയറിസ്റ്റുകൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ മുഴുവൻ ഒന്നുകിൽ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ, അതുമല്ലെങ്കിൽ വെരിഫൈബിൾ അല്ലാത്ത ഇൻഫർമേഷനെ ആശ്രയിച്ചുകൊണ്ടുള്ളതായിരുന്നു. MV കൈരളി എന്ന കപ്പലിന് എന്തു പറ്റി എന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിന് മുമ്പായി കാണാതാവുന്ന സമയത്ത് ആ കപ്പൽ യാത്ര ചെയ്യുകയായിരുന്ന കടലിന്റെ പ്രകൃതം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അറബിക്കടൽ എന്നത് ആഴം അത്ര കുറവുള്ള ഒരു കടലല്ല. നമ്മുടെ പടിഞ്ഞാറൻ തീരം വിട്ട് പുറംകടലിലേക്ക് നീങ്ങുകയാണെങ്കിൽ സീബീഡിലേക്കുള്ള ആഴം വളരെ പെട്ടെന്ന് കൂടിക്കൂടി വരും. തീരത്തോട് ചേർന്ന് കിടക്കുന്ന അടിത്തട്ടിലെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന പേരിലാണ്. അത് കടലിന്റെ അടിയിൽ കിടക്കുന്ന വൻകരയുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. തീരത്തുനിന്ന് 50 മുതൽ 150 വരെ കിലോമീറ്റർ കടലിനുള്ളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന കോണ്ടിനെന്റൽ ഷെൽഫിന്റെ ആഴം സ്വതവേ 200 മീറ്റർ വരെയാണ്. കോണ്ടിനെന്റൽ ഷെൽഫ് കഴിഞ്ഞാൽ പിന്നെയുള്ള ആഴക്കടലിന്റെ ഭാഗം അറിയപ്പെടുന്നത് കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്നാണ്. ഇവിടെ കടലിന്റെ ആഴം 200 മീറ്റർ എന്നതിൽ നിന്ന് ഗണ്യമായിട്ട് കൂടും. ഈ ട്രാൻസിഷൻ സോൺ ആണ് സത്യത്തിൽ ഭൂഖണ്ഡത്തിന്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. ആഴക്കടൽ തുടങ്ങുന്നത് ഈ പോയിന്റ് തൊട്ടാണ്. അതിനും പടിഞ്ഞാറോട്ട് കിടക്കുന്നതാണ് അറേബ്യൻ ബേസിൻ. ഇവിടെ ചുരുങ്ങിയത് 3400 മീറ്റർ മുതൽ 4600 മീറ്റർ വരെയെങ്കിലും കടലിന് ആഴം വരും. അറബിക്കടലിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഭാഗത്തിന് 5395 മീറ്ററാണ് ആഴമുള്ളത്. കൈരളിയുടെ തിരോധാനത്തിൽ സബ് സർഫസ് ടോപ്പോഗ്രഫി പോലെ തന്നെ പ്രധാനമാണ് കടലിന്റെ മാരിടൈം സോണുകളും. അന്താരാഷ്ട്ര നിയമപ്രകാരം തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ, അതായത് 22 കിലോമീറ്റർ വരെയുള്ള കടൽ അറിയപ്പെടുന്നത് ടെറിട്ടോറിയൽ സീ എന്നാണ്. ആ കടലിന്മേൽ അതാത് രാജ്യങ്ങൾക്കാണ് അവകാശം, അധികാരം. 12 നോട്ടിക്കൽ മൈൽ മുതൽ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടൽ അറിയപ്പെടുന്നത് കണ്ടിഗ്യൂസ് സോൺ ആൻഡ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ എന്നാണ്. ഈ സോണിൽ ഏത് സ്റ്റേറ്റിന്റെ ടെറിട്ടോറിയൽ സീ ആണോ ആ സ്റ്റേറ്റിന് ചില സവിശേഷ എക്കണോമിക്കൽ ആൻഡ് ജൂറിസ്ഡിക്ഷണൽ പവറുകളുണ്ട്. 200 നോട്ടിക്കൽ മൈലിന് ശേഷമുള്ള കടൽ അറിയപ്പെടുക ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഓപ്പൺ വാട്ടേഴ്സ്, ഹൈ സീസ് എന്നൊക്കെയാണ്. ഈ സോണിന് മേൽ അങ്ങനെ ഒരു പ്രത്യേക രാജ്യത്തിനും ജൂറിസ്ഡിക്ഷൻ ഇല്ല. എല്ലാ രാജ്യങ്ങളുടെയും ചരക്ക് കപ്പലുകൾക്ക് ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ തുല്യ സഞ്ചാര സ്വാതന്ത്ര്യമാണുള്ളത്. ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫിൽ നിന്ന് കരയിലേക്ക് അവസാനമായിട്ടൊരു റേഡിയോ സന്ദേശം വരുന്ന സമയത്ത് ഗോവൻ തീരത്തു നിന്ന് 600 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് MV കൈരളി എന്ന കപ്പൽ ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നിന്നും നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നിന്നുമൊക്കെ പുറത്തായി നമ്മുടെ കോസ്റ്റ് ഗാർഡ്, നേവി സംവിധാനങ്ങൾക്ക് കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താനാവാത്ത ഇന്റർനാഷണൽ വാട്ടേഴ്സ് എന്ന വിശാല ഭൂമികയിലാണ് അപ്പോൾ ആ കപ്പൽ ഉണ്ടായിരുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് കടൽ കുറച്ചധികം പ്രക്ഷുബ്ധമായിരുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ അതിന്റെ കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് കൈരളി അതിന്റെ യാത്ര ആരംഭിക്കുന്നത്. ആ സമയത്ത് തെക്ക് കിഴക്കൻ കാറ്റ് ആഞ്ഞു വീശി സീ റഫാകും. നല്ല ഉയരത്തിൽ തിരമാലകൾ അടിച്ചു കയറും. കനത്ത മഴ കാരണം വിസിബിലിറ്റിയും വല്ലാതെ കുറയും. ചുഴലിക്കാറ്റുകളും പേമാരികളും കടലിൽ പതിവാകും. ചരക്ക് കപ്പലുകൾക്ക് ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ മുറിച്ച് കടന്നു പോകാൻ പറ്റേണ്ടതാണ്. എന്നാലും പൊതുവെ മൺസൂൺ കാലം ഷിപ്പിംഗ് ഓപ്പറേഷനുകളെ കൂടുതൽ റിസ്കി ആക്കുമെന്ന് പറയേണ്ടി വരും. അതായത് ഈ സാഹചര്യങ്ങളിൽ സ്ട്രക്ചറൽ കേടുപാടുകൾ ഉണ്ടായി കപ്പലിന്റെ ഉള്ളറകളിൽ വെള്ളം കയറാനും നിലതെറ്റി കപ്പൽ മറിഞ്ഞു പോകാനും മുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടും എന്നർത്ഥം. പിന്നീട് വന്നൊരു തിയറി ഇൻഷുറൻസ് തുക വെട്ടിക്കാൻ വേണ്ടി കപ്പൽ അധികൃതർ മനഃപൂർവ്വം മുക്കിയതാവാൻ സാധ്യതയുണ്ട് എന്നതാണ്. കപ്പൽ വാങ്ങിയപ്പോൾ അതിന് ഏകദേശം 5.81 കോടി മുതൽ മുടക്കിയിട്ടുണ്ടായിരുന്നു സർക്കാർ. അതിനന്ന് സർക്കാർ എടുത്തത് 6 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ്. കപ്പലിന്റെ കൂടെ മിസ്സായ നാവികരുടെ ബന്ധുക്കളിൽ ചിലരിൽ നിന്നാണ് ഇങ്ങനൊരു തിയറി ആദ്യം വരുന്നത്. ആ തിയറിക്ക് പക്ഷേ ചില പ്രായോഗിക കാരണങ്ങൾ എതിരു നിന്നു. ഒന്നാമത് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നത് ഒരു സർക്കാർ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കപ്പൽ മുങ്ങിപ്പോയാൽ നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്ന ഇൻഷുറൻസ് തുക തിരികെ ചെന്നെത്തുന്നതും സർക്കാർ ഖജനാവിലേക്കാവും. കപ്പലിന്റെ ഇൻഷുറൻസ് വേറെ ഒരാൾക്കും കിട്ടാൻ യാതൊരു മാർഗവുമില്ല എന്നിരിക്കെ പിന്നെ ആര് എന്തിന് ഒരു ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടി സർക്കാർ കപ്പൽ മുക്കണം? എന്ന് മാത്രമല്ല, എത്ര പണം കമ്പനിക്ക് തിരികെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ 51 നാവികരുടെ ജീവൻ ബലി കഴിക്കാൻ സ്ഥാപനമോ അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരോ മുതിരുമെന്നും അന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഒരു നോർവീജിയൻ കമ്പനിയിൽ നിന്ന് MV കൈരളിയാകാൻ പോകുന്ന കപ്പലിനെ വാങ്ങിയ ഇടപാടിലും സാമാന്യം നല്ലൊരു കുംഭകോണം നടന്നിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ഈ അഴിമതി മറയ്ക്കാൻ വേണ്ടി കപ്പലിനെ മുക്കിയതാണ് എന്നൊരു ആക്ഷേപവും പിന്നീട് തെളിയിക്കപ്പെടാതെ പോയി. ആ കഥയും ആളുകൾ വിശ്വസിക്കാതിരിക്കാൻ മറ്റൊരു കാരണമുണ്ട്. കപ്പൽ മാത്രമേ മുങ്ങിയിട്ടുള്ളൂ.
കോർപ്പറേഷനും കപ്പലുറ്റ കമ്പനിയും തമ്മിൽ നടന്ന സകല ഇടപാടുകളും ഫയലിലുണ്ട്. നേരാമണ്ണം ഒരു അന്വേഷണം നടത്തിയാൽ അഴിമതി നടത്തിയവർ കപ്പൽ മുങ്ങിയ ശേഷമാണെങ്കിലും കുടുങ്ങാൻ സാധ്യതയുണ്ട്. MV കൈരളി കപ്പലിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അന്ന് നിയോഗിക്കപ്പെടുന്നത് അന്നത്തെ കോട്ടയം ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന ജസ്റ്റിസ് KN നാരായണ മേനോനാണ്. 3 വർഷമെടുത്ത് വിശദമായി പ്രശ്നം പഠിക്കുന്ന കമ്മീഷൻ 1982 ഡിസംബർ 31 അതിന്റെ റിപ്പോർട്ട് കോടതി സമക്ഷം ഫയൽ ചെയ്യുന്നു. കമ്മീഷന് മൊഴി കൊടുത്ത ഹാർബർ പൈലറ്റ് ക്യാപ്റ്റൻ ഗോപിനാഥ് അന്നൊരു അനോമലി താൻ ശ്രദ്ധിച്ചത് ഓർത്തെടുക്കുന്നു. ഡെക്കിലെ ഒരു ഹാച്ച് കവർ കൃത്യമായിട്ട് അടയുന്നുണ്ടായിരുന്നില്ല. ഈ ഓപ്പൺ ഹാച്ചിലൂടെ ചിലപ്പോൾ ഷിപ്പിന്റെ കാർഗോ ഹോൾഡിലേക്ക് മഴവെള്ളം കയറി കാണാൻ ഇടയുണ്ട്. അങ്ങനെ വെള്ളം കയറിയാൽ കാർഗോ ലിക്വിഫാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇരുമ്പയിരിൽ അങ്ങനെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായി കഴിഞ്ഞാൽ അത് കപ്പലിന്റെ ട്രാൻസ്പോർട്ടബിൾ മോയ്സ്ചർ ലിമിറ്റിന് മുകളിലേക്ക് പോകാനും കപ്പലിന്റെ സ്റ്റെബിലിറ്റിയെ വരെ അത് ബാധിക്കാനും ഇടയുണ്ട് എന്നർത്ഥം. ഈ ഹാച്ച് പൂർണ്ണമായും അടയാത്തത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹൈഡ്രോളിക് പമ്പ് ഫെയിലിയർ കാരണമാണ് എന്നും അത് കപ്പൽ യാത്ര പോയി വന്ന ശേഷം പരിഹരിക്കാനായിരുന്നു കമ്പനിയുടെ പ്ലാൻ എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കപ്പലിനെ നയിച്ച ക്യാപ്റ്റനെയും സംഘത്തെയും കുറിച്ചും അന്വേഷണ കമ്മീഷൻ വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ടിൽ കുറിച്ചിട്ടുണ്ട്. MV കൈരളി പോലെ ആധുനികമായ ഒരു കപ്പലിനെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായിരുന്നു ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് എന്നും അദ്ദേഹത്തിന്റെ കീഴിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന നല്ലൊരു ടീമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നും കമ്മീഷൻ സാക്ഷ്യം പറഞ്ഞു. അതേസമയം മറ്റൊരു നിർണായക സാങ്കേതിക തകരാറിനെ കൂടി ഈ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. അത് കപ്പൽ യാത്ര തുടങ്ങാൻ നേരത്ത് കപ്പലിന്റെ 2 റഡാർ സിസ്റ്റങ്ങളും തകരാറിലായിരുന്നു എന്നുള്ളതാണ്. സീ ചാർട്ടുകളിൽ പോകുന്ന റൂട്ടിലെ വാട്ടർ ഡെപ്തുകളെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടാകുമെങ്കിലും അടുത്തുള്ള കപ്പലുകളെക്കുറിച്ചും മാർഗമധ്യയുള്ള തടസ്സങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും വരെ റഡാർ നൽകുന്ന വിവരങ്ങളും ഒരു യാത്രയിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അത്യന്താപേക്ഷിതമാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ശക്തമായി വിസിബിലിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ റഡാറുകൾ കൂടുതൽ അനുപേക്ഷണീയമാവും. ഇക്കാര്യം മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് അതുകൊണ്ട് തന്നെ റഡാർ എക്യുപ്മെന്റ് ശരിയാകാതെ കപ്പലിന് യാത്ര തുടങ്ങാൻ ആവില്ല എന്ന് അധികൃതരെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കമ്പനി മേലധികാരികളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ക്യാപ്റ്റൻ യാത്ര ആരംഭിക്കാൻ തയ്യാറാവുകയായിരുന്നു. മുമ്പും ഇതുപോലെ ഫോൾട്ടി റഡാർ സിറ്റുവേഷനിൽ ക്യാപ്റ്റൻ മരിയദാസിന് കപ്പൽ ഓടിക്കേണ്ടി വന്നിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ആ പരിചയത്തിന്റെ ബലത്തിൽ അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നും കമ്മീഷൻ വിലയിരുത്തി. അതുകൊണ്ട് തന്നെ കപ്പലിന് സംഭവിച്ചിട്ടുണ്ടാകാൻ ഇടയുള്ള അപകടത്തിന്റെ ഏക കാരണമായി ഈ റഡാർ ഫെയിലിയറിനെ കണക്കാക്കാൻ പറ്റില്ല എന്നും കമ്മീഷൻ വിധിയെഴുതി. കപ്പലിന് ഇങ്ങനെ ഒരു റഡാർ തകരാർ ഉണ്ടായിരുന്നു എന്ന കാര്യം കമ്മീഷന് ബോധ്യപ്പെടുന്നത് ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് ഭാര്യ മറിയക്കുട്ടിക്ക് കപ്പൽ മർമഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ജൂൺ 30 എഴുതി അയച്ച കത്തിൽ അദ്ദേഹം അതേപ്പറ്റി എഴുതിയിരുന്നത് വെച്ചാണ്. ചുരുക്കത്തിൽ ലഭ്യമായ തെളിവുകളെല്ലാം മുന്നിൽ നിർത്തി വെച്ച് പരിശോധിച്ച് ജസ്റ്റിസ് മേനോൻ കമ്മീഷൻ എത്തിച്ചേരുന്ന അന്തിമ നിഗമനം യാത്രാമധ്യേ കാലാവസ്ഥ മോശമായി ആടിയുലഞ്ഞ കപ്പലിന് നേരിട്ട എന്തോ ഒരു അപകടം അതിനെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നേക്കുമായി മുക്കിക്കളഞ്ഞതാണ് എന്നാണ്. എന്താണ് കപ്പലിന് ആ അഭിശപ്ത ദിനത്തിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച സീക്വൻഷ്യൽ ടൈം ലൈൻ വിവരങ്ങൾ ഇനി കണ്ടെത്തുക അസാധ്യമാണ് എന്നും കമ്മീഷൻ അടിവരയിട്ട് പറയുന്നു. MV കൈരളിയിൽ യാത്ര പോയി കാണാതായ 51 യാത്രികരുടെയും ബന്ധുമിത്രാദികളുടെ ദുരിതം 1979 ജൂലൈ മാസം കൊണ്ട് തീരുന്നില്ല. അവിടെ തുടങ്ങിയതേയുള്ളൂ അവരുടെ അലച്ചിൽ. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം കടലിൽ ഒരു കപ്പൽ മുങ്ങി നാവികരെ കാണാതായാൽ 72 മണിക്കൂറിനുള്ളിൽ ആ വിവരം ബന്ധുക്കളെ അറിയിക്കണം എന്നാണ്. MV കൈരളിയുടെ കാര്യത്തിൽ അത് പാലിക്കപ്പെട്ടില്ല. കപ്പൽ കാണാതായി 13 ദിവസം കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും കപ്പലിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനെക്കുറിച്ചും ഒക്കെ അധികൃതർ ആലോചിക്കുന്നത് പോലും. തുടർന്ന് നടന്ന അന്വേഷണങ്ങളിലും കപ്പൽ ജലത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കപ്പെട്ടില്ല. ഒരാളുടെ മൃതദേഹം പോലും കണ്ടെടുക്കാൻ കോർപ്പറേഷന് സാധിച്ചുമില്ല. ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ചെന്ന് മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കാൻ സിമിത്തേരിയിൽ ഒരു കുഴിമാടമില്ല ഇവർക്ക്. ഉറ്റവരോട് അവസാനമായി ഒന്ന് യാത്ര പറയാൻ പോലും ആവാതെയുള്ള ഒരു പോക്കായിരുന്നു അത്. MV കൈരളിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്ന ശേഷമുള്ള നിരവധി വർഷങ്ങൾ ഈ കാണാതായവരുടെ ഭാര്യമാർ, മക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ക്ലോഷർ തേടി അലഞ്ഞു തിരിയുന്നു. ആക്ഷൻ കമ്മിറ്റികൾ നിരവധി നാട്ടിലുണ്ടായി വന്നു. അവർ സമ്മേളനങ്ങൾ കൂടി, പ്രമേയങ്ങൾ പാസാക്കി, നിവേദനങ്ങൾ പലതും സമർപ്പിച്ചു. ഒരിടത്തല്ല, പലയിടത്ത്. ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ, മന്ത്രിമാരുടെ അടുക്കൽ, പോർട്ട് അതോറിറ്റിയിൽ, അങ്ങനെ പലയിടത്തും ഇവർ കയറിയിറങ്ങി നടന്നു. MV കൈരളി എന്നൊരു കപ്പൽ ഇനി ഇല്ല എന്ന് വിശ്വസിക്കാൻ തന്നെ പലർക്കും പ്രയാസമുണ്ടായി. ഈ നാവികരുടെ ബന്ധുക്കളിൽ പലരും തങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഒരു നാൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ പതിറ്റാണ്ടുകൾ കഴിച്ചുകൂട്ടി. ആ കരുതലിൽ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ അവർ ധൈര്യപ്പെട്ടില്ല. കപ്പലിന് എന്തു പറ്റിയെന്ന് സ്ഥിരീകരിക്കാനാവാത്ത ഒരവസ്ഥയിലാവുകയാണ് ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഈ 51 പേരുടെയും ഉറ്റവർക്ക് നഷ്ടപരിഹാരം കിട്ടാൻ തന്നെ ഒരുപാട് കാലത്തെ ചുവപ്പ് നാട താണ്ടേണ്ടി വന്നു. അങ്ങനെ ഒരു തലമുറ തന്നെ പിന്നിട്ട് പോയിട്ടും ചോദ്യങ്ങൾക്ക് ഉത്തരമായില്ല. 2025 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ദ ഹോണ്ടിംഗ് ലെഗസി ഓഫ് MV കൈരളി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഈ വേദനകളെല്ലാം വീണ്ടും അടയാളപ്പെടുത്തിയ ഒന്നാണ്. ഈ ബന്ധുക്കളിൽ ചിലരുടെ ഓർമ്മകൾ ആ ലേഖനത്തിൽ പറയുന്നത് ആരെയും സ്പർശിക്കുന്ന വിധത്തിൽ ആർദ്രമായിട്ടാണ്. അക്കൂട്ടത്തിൽ ഒരാൾ ഗോഡ്വിൻ ജോസിക്ക് കൈരളി കപ്പലിനെ കാണാതാവുമ്പോൾ 6 വയസ്സ് മാത്രമാണ് പ്രായം. എഞ്ചിൻ ക്രൂ ആയിരുന്ന അവന്റെ അച്ഛൻ പടപ്പുരയ്ക്കൽ
അഗസ്റ്റിൻ ജോസിക്ക് അന്ന് 43 വയസ്സാണ്. കപ്പലിൽ യാത്ര പോയ മറ്റ് 51 പേർക്കും ഒപ്പം ജോസിയും എന്നേക്കുമായി ഗോഡ്വിനെ വിട്ടുപോയി. കപ്പലിനെ കാണാതായ വിവരം മലയാള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതിൻ്റെ അടുത്ത ദിവസം അമ്മയോടൊപ്പം കൊച്ചിൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫീസിൽ പോയത് ഗോഡ്വിൻ ഓർക്കുന്നുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായും അല്ലാതെയും തൻ്റെ ഭർത്താവിൻ്റെ വിവരം കിട്ടാൻ വേണ്ടി ആ സ്ത്രീ നടത്തിയ പ്രയത്നങ്ങളും അതിനിടെ സഹിച്ച യാതനകളും എല്ലാം മകനും നല്ലപോലെ ഓർക്കുന്നുണ്ട്. അതുപോലെ ദുരിതം അനുഭവിച്ച മറ്റൊരു കുടുംബം ഷിപ്പിൻ്റെ 5th എഞ്ചിനീയർ ആയിരുന്ന ഗിൽബർട്ട് പൈക്കടയുടേതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കോട്ടയം സ്വദേശി ജോസ് പൈക്കട ഗിൽബർട്ടിനെ ഓർക്കുന്നത് സദാ ഊർജ്ജസ്വലനായിരിക്കുന്ന ഒരു യുവാവെന്നാണ്. കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ആയുടെ മാത്രം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ഗിൽബർട്ടിന് തിരുവനന്തപുരത്ത് CET-യിൽ M.Tech-നും അന്ന് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് പോവാതെ നേരത്തെ കിട്ടിയ മറൈൻ എഞ്ചിനീയർ ജോലിയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒടുവിൽ MV കൈരളിയുടെ 5th എഞ്ചിനീയർ ആയിട്ട് ചെന്ന് ചേരുന്നത്. കപ്പലിനോടൊപ്പം അപ്രത്യക്ഷനാകുമ്പോൾ ഗിൽബർട്ട് പൈക്കടയ്ക്ക് പ്രായം വെറും 22 വയസ്സ് മാത്രമാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ നിർബന്ധമായും കേട്ടിരിക്കേണ്ട മറ്റൊരു കഥ കപ്പലിന്റെ കപ്പിത്താൻ മരിയദാസ് ജോസഫിന്റെ ഭാര്യ മേരിക്കുട്ടി ജോസഫിൻ്റെതാണ്. മേരിക്കുട്ടി അന്ന് തന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് പപ്പ എന്നാണ്. കപ്പൽ കാണാതായി എന്ന് വാർത്ത വന്നതിന്റെ അടുത്ത ദിവസം തൊട്ട് തന്നെ മരിയദാസ് ജോസഫിന്റെ വീട്ടിൽ ബന്ധുജനങ്ങളും പരിചയക്കാരുമായി 100 പേർ തടിച്ചുകൂടി. പിന്നെ ദില്ലിക്കും ബോംബെക്കും ഗോവയ്ക്കുമെല്ലാം തുരുതുര അന്വേഷണ ഫോൺ വിളികളാണ് നിത്യേന. ഫോൺ വിളികൾക്ക് പിന്നാലെ നേരിട്ട് വണ്ടി പിടിച്ചു എന്നും അന്വേഷണങ്ങൾ ഒരുപാട് നടത്തി. ഒത്തിരി പൈസ ആ വഴിക്കും വീട്ടുകാർക്ക് പോയി കിട്ടി. അപകടം നടന്ന് ആദ്യത്തെ 1-2 മാസം ഷിപ്പിംഗ് കോർപ്പറേഷൻ ക്യാപ്റ്റന്റെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അധികം വൈകാതെ ആ പണം വരവ് നിലച്ചു. അന്ന് കുടുംബനാഥനായ മരിയദാസ് ജോസഫിന്റെ മാത്രം ശമ്പളത്തെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആ കുടുംബത്തെ അത് പ്രതിസന്ധിയിലാക്കി. മൂത്ത മകൻ ജെയിംസ് ജോസഫ് അന്ന് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ കേഡറ്റാണ്. മറ്റു 2 കുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന കാലവും. MV കൈരളി കപ്പൽ കടലിൽ എവിടെയോ വെച്ച് മുങ്ങിപ്പോയി എന്നുള്ള സ്ഥിരീകരണം ഒടുവിൽ ലോയ്ഡ്സ് ഇൻഫർമേഷൻ സർവീസിൽ നിന്ന് കിട്ടിയിട്ടും തളർന്നു പോകാതിരുന്ന മറിയക്കുട്ടി മക്കളെ പിന്നീട് നന്നായി വളർത്തി അവരെ പഠിപ്പിച്ചു. മറ്റു മക്കളെയും മറിയക്കുട്ടി പഠിപ്പിച്ച് നല്ല നിലയ്ക്കാക്കി. അവരുടെ ഏറ്റവും ഇളയ മകൻ തോമസ് ജോസഫ് വളർന്നു വലുതായപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് ലഫ്റ്റനന്റ് കേണലായിട്ടാണ് പിന്നീട് വിരമിക്കുന്നത്. തൻ്റെ ഭർത്താവിനും അദ്ദേഹം കപ്പിത്താനായിരുന്ന കപ്പലിനും എന്തു പറ്റിയെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അറിവും കിട്ടാതെ മറിയക്കുട്ടിക്ക് തുടർന്നുള്ള 3 പതിറ്റാണ്ട് കാലം തള്ളി നീക്കേണ്ടി വന്നു. ഒടുവിൽ 2010 വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങുമ്പോഴും അവർ തൻ്റെ പ്രിയപ്പെട്ട പപ്പായുടെ വരവിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഉപേക്ഷിച്ചിരുന്നില്ല. MV കൈരളി എന്ന ചരക്ക് കപ്പൽ എങ്ങനെ, എവിടെ വെച്ച്, എന്തുകൊണ്ട് മുങ്ങി എന്നത് സംബന്ധിച്ച് പല തിയറികളും വന്നുവെങ്കിലും ഒന്നിനും ശാസ്ത്രീയമായ വിശദീകരണങ്ങളില്ല. കപ്പലിന്റെ ഒരു അലകോ പിടിയോ ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. MV കൈരളിയുടെ ദുരന്തം പരിപൂർണമായ അർത്ഥത്തിൽ ഒരു മാൻമേഡ് ഡിസാസ്റ്റർ ആണ് എന്ന് പറയാനാവില്ല. മൺസൂൺ കാലത്തെ അറബിക്കടൽ എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള മാരിടൈം എൻവയോൺമെന്റുകളിൽ ഒന്നാണ്. ആ കപ്പൽ കടൽപ്പരപ്പിൽ നിന്ന് അപ്രത്യക്ഷമായതിനു പിന്നിൽ പ്രവർത്തിച്ച കാരണങ്ങൾ നിരവധി ഉണ്ടാകാമെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അപ്രത്യക്ഷമാകും മുമ്പ് ആ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥ മാറ്റം തന്നെ ആയിരിക്കണം. റഡാർ തകരാറും മുഴുവനായിട്ട് അടയാത്ത ഹാച്ചും കേടായൊരു ബോയിലർ പൈപ്പും അടക്കമുള്ള മെക്കാനിക്കൽ ഫെയിലിയറുകളുടെ ഒരു പതിവ് പാറ്റേൺ യാത്ര തുടങ്ങും മുമ്പേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് പ്രത്യേകിച്ചും അങ്ങനെ കരുതണം. സമുദ്രാന്തര ചരക്ക് ഗതാഗത മേഖലയിലെ കേരളത്തിന്റെ ആദ്യത്തെ പരീക്ഷണത്തിന് MV കൈരളി കപ്പലിന്റെ തിരോധാനത്തോടുകൂടി അന്ത്യമാകുന്നു. കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങൾ അവസാനിച്ച് അധികം വൈകാതെ തന്നെ കപ്പലിന്റെ ഇൻഷുറൻസ് തുകയായ 6,40,00,000 രൂപ സർക്കാർ ഖജനാവിലേക്ക് വന്നെത്തുന്നു. എന്നിട്ടും കപ്പൽ കാണാതായി 10 വർഷത്തിന് ശേഷം വളരെ തുച്ഛമായൊരു തുക മാത്രമാണ് അന്ന് അപകടത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി സർക്കാർ വിതരണം ചെയ്യുന്നത്. ബാക്കി വന്ന തുക മൂലധനമായി ആരംഭിച്ച കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എന്ന സ്ഥാപനം കേരളത്തിന്റെ നാവിക ഗതാഗത സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നു. അറബിക്കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ സമാധി അടഞ്ഞ MV കൈരളി എന്ന കപ്പലും അതിലെ 51 നാവികരും 5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും മലയാളികളുടെ മനസ്സിൽ ഒരു നിഗൂഢതയായി തന്നെ തുടരുകയാണ്. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.